ഹായ്, വെൽക്കം ബാക്ക്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ അറേയാണ് കാണാൻ പോകുന്നത്. സോ പൈതണിൽ അറേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ മെഷീൻ ലേണിംഗ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ അറേ എന്ന് പറയുന്നത്. സോ പൈതൺ യൂസ് ചെയ്ത് ഡാറ്റയെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ അറേ എന്തായാലും അറിഞ്ഞിരിക്കണം. സോ നോർമലി നമുക്ക് അറേ പൈതണിൽ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. നം എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് നമുക്ക് അറേ ആയിട്ട് കൊടുക്കണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് കണ്ടൻസ് ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് അത് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു അറേ ആയിട്ട് തന്നെ നമുക്ക് കാണും. ഇറ്റ്സ് ലൈക്ക് എ മെട്രിക്സ്. ഇതിൻ്റെ ടൈപ്പ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതും നമുക്ക് ലിസ്റ്റായിട്ടാണ് ഇങ്ങനെ കാണിക്കുക. ഓക്കെ, പക്ഷേ ഇതേ സമയത്ത് അറേയിലുള്ള കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെ അറേയുടെ പല ഓപ്പറേഷൻസുകൾ, അതൊക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇതുപോലുള്ള കോമൺ യൂസിന് പകരം നംപൈ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ന്യൂമറിക്കൽ പൈതൺ എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് നംപൈ. അതെന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ ലൈബ്രറി. വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നംപൈയുടെ വെബ്സൈറ്റ്. ഇതിനകത്ത് ഒരുപാട് യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നംപൈ എന്ന് പറയുന്നത് പൈതണിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു ലൈബ്രറിയാണ്. സോ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം ആദ്യം. അതിന് ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട്. നമ്മൾ മോസ്റ്റ്ലി പിപ്പ് ഇൻസ്റ്റാൾ നംപൈ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. സോ നമ്മൾ കമാൻഡ് വിൻഡോയിൽ പോയതിന് ശേഷം പിപ്പ് ഇൻസ്റ്റാൾ നംപൈ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തോളും. ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കാരണം എനിക്കിങ്ങനെ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. നിങ്ങളെ സിസ്റ്റത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, അതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു നംപൈ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് നംപൈയിൽ അവൈലബിൾ ആണ്. മെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസുകളും ഒരുപാട് മെത്തേഡുകളും നമുക്ക് നംപൈയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് അറേ യൂസ് ചെയ്യുന്ന സമയത്ത് വി വിൽ മേക്ക് യൂസ് ദ ഹെൽപ്പ് ഓഫ് നംപൈ. സോ നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മൊഡ്യൂൾ നമ്മൾ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളത് അല്ലേ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ട് സ്പേസ് നംപൈ ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിന് നമുക്കൊരു അലിയാസിങ് കൊടുക്കാം. നോർമലി നംപൈനെ NP എന്നുള്ള അലിയാസിങ് ആണ് കൊടുക്കുക. സോ ഇനി നമുക്ക് ഈ NP യൂസ് ചെയ്തിട്ട് നംപൈനകത്തുള്ള ഒരുപാട് മെത്തേഡുകൾ ചെയ്യാവുന്നതാണ്. സോ നോർമലി നംപൈ യൂസ് ചെയ്തിട്ട് അറേ ഡിഫൈൻ ചെയ്യുന്നത്, സപ്പോസ് നം എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ഞാനവിടെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളെങ്ങനെയാണ് ചെയ്യുക? NP ഡോട്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ NP ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ദർ ആർ സോ മെനി സബ് കമാൻഡ്സ്. ഇതിലുള്ള പലതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അറേ ആണ്. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് വി വിൽ ഡിഫൈൻ ദ അറേ. സോ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ചെയ്യുക. സപ്പോസ് 2, 4, 5, 6, 7 ഇത്രയും നമ്പേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. നമുക്കത് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് നം. സോ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സി അറേ ആയിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ നമ്മൾ സിംഗിൾ ഡയമെൻഷൻ അറേ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ മൾട്ടിപ്പിൾ ഡയമെൻഷൻ അറേ, അതായത് മെട്രിക്സ് ഒക്കെ എന്ന് പറയുമ്പം 2 ഡയമെൻഷനിലായിട്ടാണ് വരിക. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് തന്നെയാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുക. സപ്പോസ് ഞാനിവിടെ ആദ്യത്തെ റോ ഡിഫൈൻ ചെയ്യുകയാണ്. 2, 4, 6, 6, 7, 8. ഓക്കെ, സോ ഇതിൽ 3 and 3 6 എലമെൻറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അതിനുശേഷം അടുത്ത റോ ഡിഫൈൻ ചെയ്യുന്നത് കോമ ഇട്ടതിന് ശേഷം അഗെയിൻ ആൻ ഓപ്പണിങ് എ സ്ക്വയർ ബ്രാക്കറ്റ്. അവിടെ ഞാൻ ഓക്കെ, ഇനി ഞാനിത് പ്രിൻറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാണാം ഒരു 2 ഡയമെൻഷണൽ മെട്രിക്സ് ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. സോ നമുക്ക് മെട്രിക്സ് ഇതുപോലെ നംപൈയുടെ അറേ യൂസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഈ മെട്രിക്സിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പം നം ഡോട്ട് സൈസ് എന്ന് കൊടുത്താൽ മതി. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാം. അത് ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 12 ആണ് വരുന്നത്. ഇവിടെ 6 ഉണ്ട്, അഗെയിൻ ഇവിടെ 6 വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡയമെൻഷൻ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് നം ഡോട്ട് NDIM എന്നുള്ളൊരു കമാൻഡ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്.
സോ NDAM കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 2 ഡയമെൻഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് പല ഡയമെൻഷൻ 3, 4, 5 അങ്ങനെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. സപ്പോസ് എനിക്ക് ഒരു മെട്രിക്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് മറ്റൊരു മെട്രിക്സ് ആയിരിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ആണ് വരിക. അങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഈ മെത്തേഡ് എപ്പോഴും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു സിമ്പിൾ അറേ ഡിഫൈൻ ചെയ്യുന്നത് യൂസിങ് NumPy. ഇനി ഇതേ സമയത്ത് ഇതിനകത്ത് തന്നെ NumPyയിൽ ഒരുപാട് മറ്റ് മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് സപ്പോസ് എനിക്ക് സീറോസിൻ്റെ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു അറേ ഡിഫൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ഡു ലൈക്ക് ദിസ്. ഞാനിവിടെ സപ്പോസ് num1 എന്ന് കൊടുക്കുകയാണ്. ഇതിനെ np.zeros എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ സൈസ് എന്ത് വേണമെന്ന് ജസ്റ്റ് കൊടുത്താൽ മതി. ദെൻ പ്രിൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക് num1. സോ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം 5 എലമെൻറ്റ്സ് ഉള്ള സീറോസ് ഉള്ള നമ്പറായിട്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. num2 എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. സോ np.zeros പകരം വൺസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കമാൻഡ് ഉണ്ട്. അതായത് എലമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കണം. സോ മേ ബി ബ്രാക്കറ്റിനകത്ത് നമുക്ക് 2,5 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തിട്ടില്ല. സോ പ്രിൻറ്റ് num2. ഓക്കെ, സോ ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം 2/5 സൈസിലുള്ള 1കൾ വന്നിട്ടുണ്ട്. എല്ലാ എലമെൻറ്റ്സും 1 ആയിരിക്കും. ഇവിടെ ഈ പോയിൻ്റ് വന്നത് അതൊരു ഫ്ലോട്ടിംഗ് നമ്പർ ആയതുകൊണ്ടാണ്. ആ ഫ്ലോട്ടിംഗ് നമ്പർ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോമ ഇട്ടിട്ട് ഡി ടൈപ്പ് ഈക്വൽ ടു നമുക്ക് അതൊരു ഇൻറ്റിജറായിട്ട് കൊടുക്കാം. ഈ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻ്റ് അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. കാരണം ഇതൊരു ഇൻറ്റിജറായിട്ടാണ് എടുത്തിട്ടുണ്ടാവുക. ഇനി 0ഉം 1ഉം അല്ല, എനിക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്പറാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഓൾസോ ഡു ലൈക്ക് num3 എന്ന് പറഞ്ഞ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. np. അതിൽ നമുക്ക് ഫുൾ എന്ന് പറയുന്നൊരു കമാൻഡാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് സൈസ് കൊടുക്കാം. സൈസ് മേ ബി 4,4 കൊടുക്കാം. ആൻഡ് കോമ കൊടുത്തതിന് ശേഷം ഏത് വാല്യൂ ആണ് വേണ്ടത്. സപ്പോസ് 10 ആണ് എനിക്ക് വേണ്ടതെങ്കിൽ 10 എന്ന് കൊടുക്കാം. ദെൻ പ്രിൻറ്റ് num3. ഓക്കെ, സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 4/4 സൈസിലുള്ള 10 എലമെൻറ്റ്സ് മാത്രമുള്ളൊരു മെട്രിക്സ് നമുക്ക് കിട്ടും. സോ ഇതുപോലെ നമ്മുടെ വർക്കിനെ ഈസി ആക്കുന്ന ഒരുപാട് ഫങ്ഷൻസുകൾ NumPyയിൽ അവൈലബിൾ ആണ്. മാത്തമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിലുണ്ട്. ഇതേപോലെ തന്നെ സപ്പോസ് നമുക്ക് ഈ സീറോസിന് പകരം വേറെ ഒരു സീക്വൻസ് നമുക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോഴും നമുക്ക് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് mp.arrange എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫംഗ്ഷൻ ഉണ്ട്. അറേഞ്ച് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സപ്പോസ് 10 ആണ് നമ്മൾ നമ്പർ കൊടുക്കുന്നതെങ്കിൽ പ്രിൻറ്റ് num1 നമ്മൾ. സോ ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 0 തൊട്ട് 9 വരെയുള്ള ആ ഒരു സീക്വൻസ് നമുക്കവിടെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത്ര 10ന് വരെ 100 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 100 സീക്വൻസ് ഒരു സിമ്പിൾ ക്ലിക്കിൽ നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതേപോലെ തന്നെ സപ്പോസ് എനിക്ക് 10 അല്ല വേണ്ടത്, ഒരു സ്റ്റാർട്ടിങ് നമ്പർ മേ ബി 2 ആണെന്ന് വിചാരിക്കുക, എൻഡിങ് നമ്പർ ഒരു 7 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 2, 3 up to 7 നമുക്കിതുപോലെ കിട്ടും. അതേപോലെ തന്നെ സപ്പോസ് എനിക്ക് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ളതാണ്, മേ ബി എനിക്കൊരു 20 വേണമെങ്കിൽ ഐ ക്യാൻ ഗീവ് ലൈക്ക് 21. എന്നിട്ട് അതിനെ നമുക്കൊന്ന് റീഷേപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റീഷേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മേ ബി 4,5 ആണെന്ന് വിചാരിക്കുക. സോ ആ റേഞ്ചിൽ നമുക്ക് ഈ ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് 4/5 ഉണ്ടാക്കാൻ പറ്റില്ല. മേ ബി ലൈക്ക് നമുക്ക് 1,21 കൊടുക്കാം. സോ നമുക്ക് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈസിൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സോ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 1, 2, 3, 4, 5 ദെൻ 6, 7, 8, 9, 10 അടുത്ത റോയിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇതെനിക്കൊരു 4/5 സൈസിലാണ് മെട്രിക്സ് കിട്ടിയിട്ടുള്ളത്. സോ ഇതുപോലെ നമുക്ക് പല മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ അറേസ് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇനി ഇതേ സമയത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത അറേയിലുള്ള ഒരു പെർട്ടിക്കുലർ സെക്ഷൻ മാത്രം നമുക്ക് വേണമെന്ന് വിചാരിക്കുക. ഇതിനകത്തുള്ള സർട്ടൺ വാല്യൂസ് മാത്രം നമ്മൾ പൈതലിനെ തന്നെ സ്ലൈസിങ് എന്ന് പറയും, അതുപോലെ ഇൻഡെക്സിങ് എന്ന് പറയും. സോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോസ് ഇങ്ങനെ ചെയ്യാം. ദാറ്റ് ഈസ് ഞാൻ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. നമ്മളിവിടെ num1 ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഇൻഡെക്സിങ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് ചെയ്യുക. num(2) എന്ന് കൊടുക്കുക എന്ന് വിചാരിക്കുക. 2 ഇൻഡെക്സിങ് വരുന്നില്ല, 1 എന്ന് കൊടുക്കാം.
സോ അവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? രണ്ടാമത് കണ്ടിട്ടില്ല, അതായത് ഇത് 0th ഇൻഡെക്സ് ആണ്, ദിസ് ഇസ് ഫസ്റ്റ് ഇൻഡെക്സ്. സോ എനിക്ക് ആ ഒരു റോ ആണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മുകളിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ പ്രിൻറ്റിങ് ആണ്. സോ അത് കാര്യമാക്കണ്ട, ഈ സെക്കൻഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേ സമയത്ത് ഞാനിവിടെ 0 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഫസ്റ്റ് റോ ആണ് ഇവിടെ ഇങ്ങനെ കാണിക്കുക. അതേ സമയത്ത് ഞാൻ ഈ 0യ്ക്ക് പകരം 0,4 എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. സോ ഇവിടെ 0,4 എന്ന് കൊടുത്തപ്പോൾ എനിക്ക് 5 ആണ് കിട്ടിയത്. 0th റോ ആണ്, അതായത് ഈ റോ അതിലെ 4th എലമെൻ്റ് ആണ്. സോ ദിസ് ഇസ് 0th എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, 4th എലമെൻറ്റ്, അതായത് 5. സോ 0,4 എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ 5 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. സോ അതേ സമയത്ത് ഞാൻ 1,3 എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് 44 ആണ് വരുന്നത്. അതായത് 1 എന്ന് പറയുന്നത് ഈ റോയാണ്, അതിൽ തേർഡ് എലമെൻറ്റ്. സോ ദിസ് ഇസ് 0th എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, 44 ആണ് നമുക്കവിടെ കിട്ടുക. സോ ഇതുപോലെ നമുക്ക് സ്ലൈസിങ് ആൻഡ് ഇൻഡെക്സിങ് അറേയിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ വേറൊരു മെത്തേഡ് നമുക്കിവിടെ നോക്കാം. സോ 0:3 എന്ന് കൊടുക്കുകയാണ്, 0:2 എന്ന് കൊടുക്കുകയാണ്. സോ ഇവിടെ 0:3 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം നമുക്കിവിടെ 0യും ഫസ്റ്റും എലമെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ഇവിടെ ഒരു റോയും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം, ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. മേ ബി ഓക്കെ, 1 2 3 4 5 1 2 3 4 5. സോ ഇപ്പോൾ ഞാനിവിടെ 3 കൊടുത്തിട്ട് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, ഫസ്റ്റ് റോ ഉണ്ട്, സെക്കൻഡ് റോ ഉണ്ട്, തേർഡ് റോ ഉണ്ട്. സോ ഇവിടെ 0:3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി അവിടെ സംഭവിക്കുന്നത് 0 to 2 ആണ് വരുന്നത്. സോ ദിസ് ഇസ് 0, ദിസ് ഇസ് 1, ദിസ് ഇസ് 2. സോ ആദ്യത്തെ 3 റോസും അതേപോലെ തന്നെ കോളം എത്ര എനിക്ക് വേണ്ടത്? 0:2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0th എലമെൻറ്റ് ഉണ്ടാവും, അതുപോലെ ഫസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവും. ഇൻഡെക്സിങ്ങിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റിൽ കൊടുക്കുന്നതിനേക്കാൾ -1 ആണ് നമുക്കവിടെ വരിക. സോ നമുക്ക് ഇതുപോലെ ഫെച്ച് ചെയ്തെടുക്കാം. സോ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മെട്രിക്സ് എലമെൻറ്റിനകത്ത് നിന്ന് ഒരു പോർഷൻ മാത്രം സ്ലൈസ് ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.